ഇത്രയും കണ്ടതിൽ വെച്ച് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ടെൻഷനില്ല, അതായത് കുഴപ്പമില്ല. മറ്റേ ഒറ്റമൂലി തന്നു ചുമ മാറിയതിൽ താങ്ക് യു. അതെ, ഇവിടെ എൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് വൈദ്യുരായി, ഭയങ്കര ചുമയായിരുന്നു. അപ്പോൾ അതിന് ഞങ്ങൾ ഒറ്റമൂലിയൊക്കെ കൊടുത്ത് കുറച്ചേരം ഇരുത്തിയിട്ടൊക്കെയാണ് ഞങ്ങൾ മേക്കപ്പ് തുടങ്ങിയത്. അതാണ് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ ഒരു പെട്ടെന്ന് തീർക്കാനുള്ള പരിപാടിയിലാണ് ഇപ്പോൾ. മീരമാക്സ് സ്റ്റോറീസിൻ്റെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് സ്വാഗതം. ചെറിയൊരു ഗ്യാപ്പിന് ശേഷമാണ് കേട്ടോ വന്നേക്കുന്നത്. ഗ്യാപ്പ് എന്തായിരിക്കും എല്ലാവർക്കും അറിയാം, കാരണം നമുക്ക് കർക്കിടക മാസമായിരുന്നു. അപ്പോൾ കർക്കിടക മാസത്തിൽ നമുക്ക് അധികം വർക്കൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്കൊരു മുസ്ലിം ബ്രൈഡ് ഉണ്ട്. അപ്പോൾ മുസ്ലിം ബ്രൈഡിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ആക്ച്വലി ഇവിടെ ഞാൻ രണ്ടാമത്തെ ടൈമാണ് വരുന്നത്. അതായത് ഇവിടുത്തെ മൂത്ത ആളുടെ വെഡ്ഡിങ് ഞാൻ തന്നെ ചെയ്തിരുന്നു ഒരു 4 വർഷം മുമ്പ്. അപ്പോൾ അതിനുശേഷം രണ്ടാമത്തെ ആളുടെ വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വേറൊരു കാര്യം കൂടി, നോർമലി ഇപ്പോൾ എല്ലാ വീടുകളിലും എന്താ പറയുക, ഫുഡൊക്കെ നമ്മൾ കാറ്ററിംഗ് ആണ് വയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ബാക്കിൽ ചെറുതായിട്ട് കാണാതിരിക്കും തോന്നുന്നു, ഇവിടെ തന്നെ വീടിൻ്റെ അകത്ത് തന്നെ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുകയാണ്. അപ്പം ഞങ്ങൾ വന്നിട്ട് കുറച്ച് നേരമായിട്ട് അതൊക്കെ കണ്ടു നിൽക്കുമായിരുന്നു. ബ്രൈഡ് റെഡി ആവണേ ഉള്ളൂ. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് അകത്ത് പോയിട്ട് കാണാം. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്നത്തെ നമ്മുടെ ബ്രൈഡ് നൗറി ചേച്ചി. കാമിലേനെ ആയിരുന്നു ഞാൻ മുമ്പ് മേക്കപ്പ് ചെയ്തത്. അപ്പൊ ഇന്നലെ ഓൾറെഡി ഫംഗ്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങൾ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞതായിരുന്നു. എന്നുണ്ടായിരുന്നു ഇന്നലത്തെ? അടിപൊളിയായിരുന്നു, എല്ലാവർക്കും ഭയങ്കര അഭിപ്രായമായിരുന്നു. അടിപൊളി. അപ്പൊ നമുക്ക് ഇന്നും അടിപൊളിയാക്കാം. ഇന്നും ഇന്നലത്തെ പോലെ തന്നെ മതിയോ? ആകെയുള്ള കൺസേൺ എന്ന് പറഞ്ഞാൽ സ്കിൻ ടോൺ ചേഞ്ച് ചെയ്യരുത്, ഇതേ സ്കിൻ ടോണിൽ തന്നെ വേണം എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് തുടങ്ങാം. ഇനി ഒന്നും അറിയണ്ട, കണ്ണടച്ചിരുന്നു. ഇവിടെ കിടന്ന് ഞാൻ പലതും പറയും. ഇടയ്ക്ക് നല്ല ചുമ വന്ന്, അപ്പം ഞങ്ങൾ മരുന്ന് കൊടുക്കാൻ പാടും. മരുന്ന് കൊടുക്കുന്നതിന് മുമ്പ് ഫുഡ് കൊടുക്കണം. അപ്പം ഉമ്മുമ്മയാണെന്ന് നമ്മൾ ഫുഡ് വാരി കൊടുക്കണതാണ്. ഇപ്പോഴും വാരി തരാറുണ്ടോ? ഇവരൊക്കെ കൂടെ ഞങ്ങളെ ഈ മീൻ വയ്ക്കുന്ന കളത്തിലൊക്കെ ഉമ്മണി ഞങ്ങൾ കോരിയിടും, എന്നിട്ട് ഇളക്കും. അപ്പം എല്ലാവരും വരും, എല്ലാവരും നല്ല രുചിയിൽ ഉമ്മ താട്ടേന്ന് പറഞ്ഞ് വരും. അപ്പം എല്ലാവർക്കും അവിടെ ഉള്ള വെട്ടി കൊടുക്കും, ചട്ടീന്ന് എടുത്തിട്ട് അല്ലേ? ചട്ടിന്ന് എടുത്ത്. കൂട്ടാനൊക്കെ തീർന്നുണ്ടാവും ഇത് തിന്ന്. അപ്പം ആ കളത്തിലോട്ടിട്ട് ഇളക്കും. അങ്ങനെ ഇപ്പം എവിടെയും കാണാത്ത പരിപാടിയാണ് ഇതൊക്കെ. അമ്മൂമ്മമാര് കൊടുത്തോണ്ടാവില്ലല്ലോ. ഇവിടെ ഉണ്ടായത് അവരൊക്കെ പോയി മറ്റ് ഞങ്ങൾ രണ്ടാളും ഉള്ളൂ. ഇന്നലത്തെ എൻ്റെ ഇവിടെ ഉണ്ടായിരുന്ന ഏക ആശ്വാസമായിരുന്നു ഇദ്ദേഹം. പെണീറ്റ് വന്നിട്ടുണ്ട്. മേക്കപ്പിന്റെ ദിവസം എന്നെ മേക്കപ്പ് പഠിപ്പിക്കില്ലായിരുന്നു ഇന്നലെ. ഇന്ന കളർ ഇടണം, ഇന്ന ഗ്ലിറ്റർ വേണം എന്നുള്ളതൊക്കെ അല്ലേ? അല്ലേ? ഏത് കളറായിരുന്നു വേണ്ടത്? പിങ്ക്. പിങ്കിന്റെ കളർ ഇന്ന് പിങ്ക് ആണോ? ഇന്നും പിങ്ക് ആണോ? നമുക്ക് ഇന്ന് കളർ മാറ്റാം. ഇന്ന് ഏത് കളർ ഇടും? ബ്ലൂ ആ? ഇന്ന് ഡ്രസ് ബ്ലൂ ആണോ? പർപ്പിൾ അല്ലേ? അയ്യോ, പർപ്പിൾ കളർ എന്റെ കയ്യിലില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യും? ഇപ്പൊ പോയി മേടിക്കോ? നാളെ ഇട്ടാ മതി. അപ്പ കല്യാണം ഇന്നത്തോടുകൂടി കഴിയും. എന്ത് ചെയ്യും? നമ്മുടെ അവസാന സ്റ്റേജ് എത്തി. ഇനി ലാസ്റ്റ് നമ്മളെ തുന്നലും കൂടി ഉള്ളൂ. അതിന്റെ ഇടയിൽ അവിടെ ഒരാള് റെഡിയായി സുന്ദരിമണിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇത്രയും കണ്ടതിൽ വെച്ച് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ടെൻഷനില്ല, അതായത് കുഴപ്പമില്ല. മറ്റേ ഒറ്റമൂലി തന്നു ചുമ മാറിയതിൽ താങ്ക് യു. അതെ, ഇവിടെ എൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് വൈദ്യുരായി, ഭയങ്കര ചുമയായിരുന്നു.
അപ്പോൾ അതിന് ഞങ്ങൾ ഒറ്റമൂലിയൊക്കെ കൊടുത്ത് കുറച്ചേരം ഇരുത്തിയിട്ടൊക്കെയാണ് ഞങ്ങൾ മേക്കപ്പ് തുടങ്ങിയത്. അതാണ് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ ഒരു പെട്ടെന്ന് തീർക്കാനുള്ള പരിപാടിയിലാണ്. ഓക്കെ, അപ്പം നമ്മുടെ മേക്കപ്പ് ഫുള്ള് കഴിഞ്ഞ് ഇറങ്ങാൻ ലേറ്റായി. ലാസ്റ്റ് സ്റ്റേജാണ് നമ്മളുടെ തട്ടം വയ്ക്കുക. അപ്പം തട്ടം കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ബ്രൈഡ് ഓടുകയാണ്. പിന്നെ ചുമയും കുറയും എല്ലാം ഓട്ടപ്പാച്ചിലൊക്കെ കൂടിയായിട്ട് അവസാനം ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടോ? ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് കോൾഡൊക്കെ കാരണം ഭയങ്കര ഇതല്ലായിരുന്നു, രസമായിരുന്നു. ഭയങ്കര ഇഷ്ടമായി എനിക്ക്. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ. അവിടെ മുട്ടി തുടങ്ങി, അതുകൊണ്ടാട്ടോ ബൈ കൊടുത്തേക്ക്. ബൈ.